അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി എഗ് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട പുഴുങ്ങി വെച്ചേക്കുവാണ്. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള മഞ്ഞൾപ്പൊടി, ഒരു 2 നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ മുട്ട ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ വച്ചിരിക്കണം. നമ്മുടെ മുട്ട മുളക് പൊടിയിലും മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും ഒന്ന് പുരട്ടി വെച്ചു. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് കുറച്ച് സവാള ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ഒരു 2.5 കപ്പ് സവാള എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. നമ്മുടെ സവാള നല്ല ഗോൾഡൻ കളറാകണം. എപ്പോഴും ഒന്ന് ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. കളറൊന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള കുറച്ച് കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാളയൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. പുറത്തിരിക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കളർ ചേഞ്ച് ആകും. ഇനി നമ്മുടെ മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സെയിം പാത്രം തന്നെയാണ് എടുത്തേക്കുന്നത്. കുറച്ച് എണ്ണയൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. 2 മിനിറ്റോളം തിരിച്ചു മറിച്ച് വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വരണം. ഇതാ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ അരി വേവിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക. ഞാനൊരു 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ഇട്ട് കൊടുക്കണം. 2 ബേലീഫ് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ഏലക്ക, 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പമുള്ള പട്ട, 1/4 ടീസ്പൂൺ മുഴുവനുള്ള കുരുമുളക്. നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പം കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോൾ തന്നെ ചോറ് വെന്ത് വരുമ്പം കറക്റ്റ് ആവുള്ളൂ. ഞാൻ നമ്മുടെ പാത്രം വേറൊരു അടുപ്പിലേക്ക് മാറ്റുവാണ്. നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ബേലീഫ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്കി. നല്ലൊരു സ്മെല്ല് വരട്ടെ. ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം. സിമ്മിലേക്ക് മാറ്റുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ സവാള, അതിൻ്റെ അകത്തുനിന്ന് 3/4 ഭാഗത്തോളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറണം. നമ്മുടെ അപ്പുറത്തെ പാത്രത്തിൽ നമ്മൾ അരി വേവിക്കാൻ വെച്ചില്ലേ, അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ബസ്മതി റൈസ് ഒരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് വെള്ളം സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കണ അരിയാണ്. നല്ല ക്വാളിറ്റിയുള്ള അരി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഞാനിവിടെ ദാവത്തിൻ്റെ ബസ്മതി റൈസാണ് എടുത്തേക്കണത്. നമുക്ക് നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഒരു 90% വെന്താൽ മതി. 90% വെന്ത് കഴിയുമ്പോൾ നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കണം. അപ്പം നോക്കിയാൽ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കണത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. എരിവ് കുറവ് മതിയെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി. 1 ടീസ്പൂൺ തൊട്ട് 1.5 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ജീരകപ്പൊടി എന്ന് പറയുമ്പോൾ ചെറിയ ജീരകം പൊടിച്ചത്, ക്യൂമിൻ സീഡ്സ്. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ
പൊടികളുടെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടയണം. സവാളയുടെ കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരണം. നന്നായിട്ട് പഴുത്ത തക്കാളി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇടയ്ക്ക് നമ്മുടെ അരിയും ചെക്ക് ചെയ്യണം, ഒത്തിരി വെന്ത് പോകരുത്. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈര് യൂസ് ചെയ്യണം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നെടുവേ കീറിയതിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പുതിനയിലയും കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മസാലയുടെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിക്കായെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒഴിക്കണില്ല, എൻ്റെ ഒത്തിരി അങ്ങ് തിക്കായിട്ടില്ല. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ അരിയും വെന്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല, ഒരു 90% വെന്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റാം. ഇതാ നമ്മുടെ അരി ഞാനൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുക്കുക. നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ മസാലയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ മസാല മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇപ്പോൾ പകുതിയാണ് ഇടുന്നത്. ഇപ്പോൾ പകുതി ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചില്ലേ സവാള, നമ്മൾ 1/4 ഭാഗമല്ലേ മസാലയിൽ ചേർത്തുള്ളൂ. ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള ഗരം മസാല പൗഡർ. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ബാക്കി റൈസും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് സവാള വറുത്തത്. ഇപ്പം നമ്മുടെ സവാള വറുത്തത് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അലുമിനിയം ഫോയിൽ വെച്ച് കവർ ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ച് കൊടുക്കുവാണേ. ഒരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ദോശപ്പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഇത് ചൂടാക്കാം. ഇപ്പം നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ബിരിയാണിയുടെ പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു 3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ അതാ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 അല്ലെങ്കിൽ 4 മിനിറ്റ്. അപ്പോഴേക്കും നന്നായിട്ട് ആവിയൊക്കെ വന്നോളും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിപ്പോൾ തുറക്കണ്ട, ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നാൽ മതി. ഇപ്പോൾ ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതാ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. വെന്തൊന്നും കുഴഞ്ഞു പോയിട്ടില്ല, ഒന്നിനോടൊന്നും ഒട്ടാതെയാണ് ഇരിക്കുന്നത്. ഇത് ഇരിക്കും തോറുമാണ് കൂടുതൽ ടേസ്റ്റ്. ഇപ്പോൾ രാവിലെയൊക്കെ വെച്ചിട്ട് ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി എഗ് ബിരിയാണി. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.